ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനരെ ശക്തിപ്പെടുത്താൻ ദൈവം കൂടെ വരും. അവിടുത്തെ വിളിക്കുക, അവിടുത്തെ ശക്തിപ്പെടുത്താനായി, ധൈര്യപ്പെടുത്തുവാനായി കടന്നു വരും. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിടുന്നു. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. നമ്മുടെ ബലഹീനതയിൽ നമ്മെ സഹായിക്കുവാൻ ദൈവം കടന്നു വരും. യാക്കോസ്ലിയുടെ ലേഖനം 1:5 പറയുന്നു, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവൻ അത് ലഭിക്കും. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമുക്ക് ദൈവത്തോട് ചോദിക്കാം, ദൈവിക ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. 2 കൊരിന്തോസ് 12:9 ഇപ്രകാരം നാം കാണുന്നു, നിനക്കെൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാകുന്നത്. നമ്മുടെ ബലഹീന മേഖലകളെല്ലാം ദൈവകരങ്ങളിലേക്ക് ഒരു നിമിഷം നമുക്ക് സമർപ്പിക്കാം. ഓർമ്മക്കുറവ്, ബുദ്ധിക്കുറവ്, പഠിക്കാനിരിക്കുമ്പോഴുള്ള ക്ഷീണം, അസ്വസ്ഥത, മടി എല്ലാം വിട്ടുപോകുവാൻ വേണ്ടി ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി സർവശക്തനായ ദൈവത്തെ നമുക്ക് വിളിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ, ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപയാൽ നിറയ്ക്കണമേ, കൃപയാൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഗുരു യേശുവാണ്. യേശുവിനെ നമുക്ക് അടുത്ത് വിളിച്ചിരുത്തി നമ്മുടെ പഠനത്തെ സഹായിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങ് ഈ സമയം ഞങ്ങളുടെ അടുത്തിലേക്ക് എഴുന്നള്ളി വരണമേ. അങ്ങാണ് ഞങ്ങളുടെ ഗുരു. അങ്ങ് അടുത്തിരുന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങ് ഞങ്ങൾക്ക് ജ്ഞാനം നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മ അഭിഷേകത്തിൽ ഞങ്ങളെ നിറയ്ക്കണമേ. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി, യേശുവെ ആരാധന. മത്തായി 25:28 ആ താലന്ത് അവനിൽ നിന്നെടുത്ത് 10 താലന്തുള്ളവന് കൊടുക്കുക. ഇത് നമ്മളെല്ലാവരും പലപ്പോഴും ഈ വചനം കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇത് നമ്മുടെ സാമാന്യ യുക്തിക്ക് നിരക്കാത്ത ഒരു വചനമാണ്. കാരണം നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളത് ഉള്ളവനിൽ നിന്നെടുത്ത് ഇല്ലാത്തവന് കൊടുക്കുക എന്നതാണ്. പക്ഷെ ഇവിടെ അതിന് വ്യത്യസ്തമായിട്ടാണ് പറയുന്നത്. സംഭവം നിങ്ങൾക്കറിയാം. യജമാനൻ ദൂരെ യാത്രയ്ക്ക് പോകുന്നു. ആ സമയത്ത് തൻ്റെ ഭൃത്യന്മാരെ വിളിച്ച് അതിൽ ഒരാൾക്ക് 5 താലന്ത് കൊടുക്കുന്നു, മറ്റൊരാൾക്ക് 2 താലന്ത് കൊടുക്കുന്നു, ഒരാൾക്ക് 1 താലന്ത് കൊടുക്കുന്നു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് യജമാനൻ തിരിച്ചു വരുന്നു. തിരിച്ചു വന്ന അവസരത്തിൽ 5 താലന്ത് കിട്ടിയവൻ 5 കൂടി ഉണ്ടാക്കി 10 യജമാനന് കൊടുക്കാൻ തയ്യാറാകുന്നു. ആ സമയത്ത് യജമാനൻ അത് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് മൊത്തം ഈ 10 താലന്തും അവന് കൊടുക്കുന്നു.
2 താലന്തുള്ളവനും വന്ന് പറഞ്ഞു, യജമാനെ അങ്ങ് എനിക്ക് 2 തന്നത്, ഞാൻ 2 കൂടി ഉണ്ടാക്കിയിരിക്കുന്നു. യജമാനൻ അവനെയും അഭിനന്ദിച്ചു. അതിനുശേഷം 1 താലന്തുള്ളവൻ വന്നു. 1 താലന്തുള്ളവൻ പറഞ്ഞു, അങ്ങ് കർക്കശക്കാരനാണെന്ന് എനിക്കറിയാം. ഇതെങ്ങാനും നഷ്ടപ്പെട്ടു പോയാൽ അങ്ങ് എന്നെ ശിക്ഷിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇത് ഞാൻ കുഴിച്ച് അതിൻ്റെ അകത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നു. ഇപ്പോൾ ഇതാ 1 താലന്ത്. ഈ സമയത്താണ് യജമാനൻ പറയുന്നത്, ആ താലന്ത് അവനിൽ നിന്നെടുത്ത് 10 താലന്തുള്ളവന് കൊടുക്കുകയായിരുന്നു. അതായത് 1 താലന്തുള്ളവനിൽ നിന്ന് അതും കൂടി എടുത്ത് 10 താലന്തുള്ളവന് കൊടുക്കുന്നു. ഇത് നമ്മുടെ നീതിശാസ്ത്രത്തിന് നിരക്കാത്ത ഒന്നാണ്. പക്ഷേ ദൈവത്തിൻ്റെ നീതിശാസ്ത്രം അതാണ് എന്ന വസ്തുത നമ്മൾ അറിയണം. നിങ്ങൾ ആ വചനത്തിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഒന്ന് ശ്രദ്ധിച്ചാൽ തിരിച്ചറിയും. ടേക്ക് ദർ ഫോർ ദ ടാലന്റ് ഫ്രം ഹിം ആൻഡ് ഗീവ് ഇറ്റ് അൺടു ഹിം വിച്ച് ഹാഡ് 10 talents. അവിടെ താലന്ത് എന്നതിൻ്റെ ഇംഗ്ലീഷ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ടാലന്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് ടാലന്റ്? കഴിവുകളാണ്. ദൈവം ഓരോ മനുഷ്യനും കഴിവുകൾ തന്നിട്ടാണ് ഈ ഭൂമിയിലേക്ക് വിടുന്നത്. അത് വ്യത്യസ്തങ്ങളായ കഴിവുകളായിരിക്കും. ചിലർക്ക് 10 ഉണ്ടാകാം, ചിലർക്ക് 5 ഉണ്ടാകാം, ചിലർക്ക് 2 ഉണ്ടാകാം, 1 ഉണ്ടാകാം. ഏതായാലും കഴിവുകളില്ലാതെ ദൈവം ഒരാളെയും ഈ ഭൂമിയിൽ സൃഷ്ടിക്കുന്നില്ല. എന്നാൽ നമുക്ക് തന്ന കഴിവുകളെ വർദ്ധിപ്പിക്കുക, ഇരട്ടിപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്നാണ് ഈ വചനം സൂചിപ്പിക്കുന്നത്. നമുക്ക് തന്ന കഴിവുകൾ ഇരട്ടിപ്പിച്ചാൽ വീണ്ടും വീണ്ടും ദൈവം നമ്മൾക്ക് കഴിവുകൾ തന്നുകൊണ്ടേയിരിക്കും. അതേസമയം നമുക്ക് ലഭിക്കുന്ന കഴിവുകളെ നമ്മൾ ഉപയോഗിക്കാതെ അത് സൂക്ഷിച്ചു വെച്ചാൽ ആ ഉള്ള കഴിവും കൂടെ നഷ്ടപ്പെടും. അതുകൂടെ എടുത്ത് ജീവിതത്തിൽ അനുനിമിഷം പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കും. ഇതാണ് ദൈവത്തിൻ്റെ നീതി. അതുകൊണ്ട് കിട്ടിയ ടാലൻറ്റുകൾ, കിട്ടിയ കഴിവുകൾ അനുനിമിഷം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. തൊട്ടടുത്ത വചനത്തിൽ പറയുന്നു, മത്തായി 25:29 പറയുന്നു, ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാകും, ഇല്ലാത്തവരിൽ നിന്ന് ഉള്ളതുകൂടി എടുക്കപ്പെടും. നമ്മൾ കഴിവുകൾ ഉള്ളവന് വീണ്ടും വീണ്ടും കൊടുക്കും, പക്ഷേ ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതും കൂടി എടുക്കപ്പെടും. ആരാണ് ഇല്ലാത്തവൻ? എന്തുകൊണ്ടാണ് അവനിൽ നിന്ന് ഉള്ളതും കൂടി എടുക്കപ്പെടുന്നത്? ഇല്ലാത്ത ഒരാൾ ഇല്ലാതാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അവൻ മടിയനാണ്, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ തയ്യാറില്ലാത്തവനാണ്. ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ തയ്യാറില്ലാതെ മറ്റുള്ളവരുടെ പ്രവർത്തനത്തിൻ്റെ, അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന അധ്വാനത്തിൻ്റെ ഫലം ഭുജിക്കാൻ വേണ്ടി ജീവിക്കുന്നവനാണ് മടിയൻ. ദൈവം പറയുന്നു, അവന് ഉള്ളതും കൂടെ എടുത്ത് ഉള്ളവന് കൊടുക്കണം. കാരണം ആ ഉള്ളവനായതിൻ്റെ കാരണം അവൻ അനുനിമിഷം അധ്വാനിക്കുന്നു എന്നതുകൊണ്ടാണ്. അധ്വാനിക്കുന്നവന് അർഹിക്കുന്നത് കൊടുക്കുന്ന ഒരു നല്ല ദൈവമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് മടി പിടിച്ചിരിക്കാതെ ജീവിതത്തിൽ അനുനിമിഷം അധ്വാനിക്കാൻ തയ്യാറാകുക. അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കപ്പെടും. ഇല്ലെങ്കിൽ തൊട്ടടുത്ത വചനം പറയുന്നത്, പ്രയോജനമില്ലാത്ത ആ ഭൃത്യനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയും. മടിയൻ പ്രയോജനമില്ലാത്തവനാണ്. അവനെ ദൈവം പറയുന്നു പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുകയാണ്. ഇവിടെ എനിക്കൊരു ചോദ്യമുണ്ട്, നിങ്ങൾ മടിയരാണോ അധ്വാനിക്കാൻ തയ്യാറുള്ളവരാണോ? നിങ്ങൾ വേസ്റ്റാണോ അതോ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ കെൽപ്പുള്ളവരാണോ? സ്വയം ഒന്ന് ചോദിക്കുക. അധ്വാനിക്കാൻ തയ്യാറായ നിങ്ങൾക്ക് വേണ്ടി ദൈവം കൃപയൊഴുക്കാൻ തയ്യാറായി നിൽക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഈ സമയത്ത് അത്ഭുതകരമായ ദൈവിക ഇടപെടൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് പറ്റും. നമുക്ക് ആ ക്ലാസ്സിലേക്ക് കടക്കുന്നു. ഇവിടെ പ്രത്യേകിച്ച് പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് പരീക്ഷയിൽ എങ്ങനെ പഠിക്കണമെന്നും
ആ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ ഓർമ്മയിൽ നിൽക്കണമെന്നും ഉള്ള കാര്യങ്ങൾ ആണ് ഇവിടെ ഞാൻ ഇപ്പോൾ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത്. വളരെ ശ്രദ്ധയോടെ കേൾക്കുക, കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുക. അനുനിമിഷം അത്ഭുതകരമായ ദൈവത്തിൻ്റെ ഇടപെടൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും. നമുക്കതിലേക്ക് കടക്കാം. നിങ്ങൾ പഠിക്കാൻ വേണ്ടി നാം എല്ലാവരും ചെയ്യുന്നൊരു കാര്യമുണ്ട്, വായിക്കുക എന്നതാണ്. ഈ വായിക്കുന്ന സമയത്ത് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. എന്തായിരുന്നു ആ പ്രശ്നം? വാട്ട് ഈസ് യുവർ പ്രോബ്ലം വെൻ യു റീഡ്? നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, ഉണ്ടോ? എന്തായിരുന്നു ആ പ്രശ്നം? ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നില്ലായിരിക്കാം എന്താണ് എൻ്റെ പ്രശ്നമെന്ന്. എങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്കൊരു പ്രോബ്ലമുണ്ട്. ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചു നേരം കഴിയുമ്പോഴാണ് എന്തോ ചിലത് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. അത് ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരായിരിക്കാം, അല്ലെങ്കിൽ തലേദിവസം കണ്ട സിനിമയിലെ ഭാഗങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഇതേപോലുള്ള ഏതോ സീനുകൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ തെളിഞ്ഞു വരുന്നു. കുറേ കഴിഞ്ഞ് പുസ്തകം മടക്കിയിട്ട് ഞാനിതുവരെ വായിച്ചത് ഫിസിക്സ് ആയിരുന്നോ അതോ കെമിസ്ട്രി ആയിരുന്നോ, ഒരു സംശയം ഉണ്ടായിട്ടില്ലേ? നിങ്ങൾ ബഹുഭൂരിപക്ഷ ആൾക്കാർക്കും ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്കറിയാം. ഇനി ആർക്കെങ്കിലും അത് ഉണ്ടായിട്ടില്ല എങ്കിൽ നിങ്ങൾ പഠനം അറിഞ്ഞോ അറിയാതെയോ നേർവഴിക്കാണ് എന്ന കാര്യം തിരിച്ചറിയുക. അപ്പം ഇതാണ് പഠനത്തിൽ 99% കുട്ടികളും അനുഭവിക്കുന്ന പ്രശ്നം. വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് ശ്രദ്ധയെ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. അവരുടെ ശ്രദ്ധ മറ്റെന്തിലേക്കോ കടന്നു പോകുന്നു. പക്ഷേ ഇത് ആഗ്രഹിച്ചിട്ടല്ല സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് പഠിക്കുന്ന പരീക്ഷാ കാലഘട്ടത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ദിവാസ്വപ്നത്തിലേക്ക് കടന്നു പോകുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോഴാണ് ബോധം വരുന്നത്, അയ്യോ ഇതുവരെ ഞാൻ പഠിക്കുകയല്ലായിരുന്നല്ലോ. അവരവരിരുന്ന് പെട്ടെന്ന് തലക്കൊട്ടൊരു കിടി കൊടുത്ത് വീണ്ടും ഇത് വായിക്കാൻ തുടങ്ങും. 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും കൊണ്ട് പാട്ടുകൾ തലയിൽ. ഈ അവസ്ഥയ്ക്ക് മാറ്റം വന്നെങ്കിൽ മാത്രമേ നമ്മുടെ പഠനം ഏറ്റവും നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണമോ? ആഗ്രഹമുണ്ടെങ്കിൽ അതിന് സാധ്യതയുമുണ്ട്. ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അതിന് മാർഗമില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട്, പുസ്തകത്തിൽ ഏകാഗ്രമാക്കിക്കൊണ്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പഠിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. അതിന് തയ്യാറാണോ? തയ്യാറാണെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കണം. കാരണം ഇങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കുന്നതിൻ്റെ കാരണം നിങ്ങളുടെ യുവർ മൈൻഡ് ഈസ് ഇൻ ഡിസ്ട്രാക്ഷൻ. മനസ്സ് അസ്വസ്ഥകരമാണ്. മനസ്സ് അസ്വസ്ഥകരമായ ഈ മനസ്സിലേക്കാണ് ഈ പ്രശ്നങ്ങൾ കടന്നു വരിക. മനസ്സ് അസ്വസ്ഥകരമാകാൻ നിരവധി കാരണങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ സമയക്കുറവ് കൊണ്ട് അതിലെ ഒരു കാരണത്തിലൂടെ മാത്രമാണ് നാം കടന്നു പോകുന്നത്. അതിലൊന്നാമത്തെ കാരണം ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, ഏകാഗ്രത ഇല്ലായ്മയാണ്. മനസ്സിനെ ഏകാഗ്രമാക്കാത്തിടത്തോളം കാലം നാം ഇറങ്ങിച്ചെല്ലുന്ന ഒരു പ്രവൃത്തിയിലും വിജയിക്കാനായിട്ട് പറ്റില്ല. പഠനം മാത്രമല്ല, ഈവൻ കളിയിൽ പോലും നമുക്ക് വിജയിക്കണമെങ്കിൽ മനസ്സ് ഏകാഗ്രമാകണം. ഉദാഹരണത്തിന് ഒരാൾ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി നിൽക്കുകയാണ്, ബാറ്റും പിടിച്ച് നിൽക്കുകയാണ്, അവിടുന്ന് ബൗളർ ബൗൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ സമയത്താണ് ഇന്ന് വൈകുന്നേരത്തെ സിനിമ ഏതാണ് എന്നൊന്നും ചിന്തിച്ചു പോയെന്ന് വിചാരിക്കുക. ആ ഏറ് കൃത്യമായി ബാറ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ആ സമയം തന്നെ സ്റ്റമ്പ് പോയെന്ന് വരും. അതായത് ജീവിതത്തിൽ നമ്മൾ ഇറങ്ങിച്ചില്ലെന്ന ഏതൊരു നിമിഷമാണോ നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെടുന്നത്, ആ നിമിഷം നമ്മുടെ പരാജയമായി മാറ്റപ്പെടും. അതുകൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. പക്ഷേ ഇത് പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് പ്രത്യേക രീതിയിലുള്ള ട്രെയിനിങ് ആവശ്യമാണ്. അപ്പം ഈ പഠനത്തിൽ അതിന് പല ട്രെയിനിങ്ങുകളുണ്ട്. ഞാനിവിടെ പഠനത്തിന് അനുയോജ്യമായ ട്രെയിനിങ് മാത്രമേ ഇന്ന് അവതരിപ്പിക്കുന്നുള്ളൂ. നമുക്ക് അതിലേക്ക് കടക്കാം. നമ്മുടെ മനസ്സ് ഏകാഗ്രമാക്കണമെങ്കിൽ വായന ഒരു പ്രത്യേക രീതിയിലാക്കി മാറ്റണം. അത് എങ്ങനെയാണ് വായിക്കുന്നത്? ഞങ്ങൾ എങ്ങനെയാണ് വായിക്കുന്നത്? ഇരുന്നുകൊണ്ട് വായിക്കുമോ, നടന്നുകൊണ്ട് വായിക്കുമോ, കിടന്നുകൊണ്ട് വായിക്കുമോ? ചിലപ്പോൾ ഇരുന്നുകൊണ്ടും വായിക്കും, ചിലപ്പോൾ നടന്നുകൊണ്ടും വായിക്കും, ചിലപ്പോൾ കിടന്നുകൊണ്ടും വായിക്കും, അല്ലേ? പക്ഷേ എൻ്റെ ടെക്നിക്ക് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ ഇരുന്നു കൊണ്ട് തന്നെ വായിക്കണം. അത്
ഒരു നിശ്ചിത സ്ഥലത്ത് തന്നെ ഇരുന്ന് വായിക്കുന്ന ശീലമുണ്ടാക്കുന്നു. ഒരു കാര്യം, ഞങ്ങളുടെ മുൻവശത്ത്, ടേബിളിലെ മുൻവശത്ത് ശ്രദ്ധയെ വികേന്ദ്രീകരിപ്പിക്കുന്ന ഒരു കാര്യവും ഉണ്ടാവരുത്. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്, വായിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് വേണ്ട ആൾക്കാർ അത് നോട്ട് ചെയ്ത് വെക്കുക. ഒന്നാമത്തെ സ്റ്റെപ്പ്, ഒന്നാമത്തെ വായന. ഒന്നാമത്തെ വായന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുസ്തകം ആദ്യം കിട്ടുമ്പോഴേ ഉള്ള വായനയല്ല, പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ വായനയാണ് ഇവിടെ ഞാൻ ഫസ്റ്റ് റീഡിങ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഒന്നാമത്തെ വായന നടത്തുന്ന അവസരത്തിൽ നമ്മൾ ഒരു കാര്യം ചെയ്യണം. നമ്മുടെ കയ്യിൽ ഒരു പെൻസിൽ ഉണ്ടാവണം. ഈ പെൻസിൽ കൊണ്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സിൻ്റെ മുകളിൽ ഒരു വര വരച്ചു, അതിൻ്റെ അടിയിൽ ഒരു വര വരച്ചു വെക്കണം. ഇനി ആ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് അത് നമ്മൾ സാധാരണ വരയ്ക്കുന്നത് പോലെ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് വര വരയ്ക്കരുത്. വാക്കുകളുടെ അടിയിലാണ് വരയ്ക്കേണ്ടത്. കഴിയുന്നതും വാക്കുകളുടെ അടിയിലാണ് വരയ്ക്കേണ്ടത്. ഇങ്ങനെ വരച്ചുകൊണ്ട് ആയിരിക്കണം നമ്മൾ വായിക്കേണ്ടത്. അപ്പം ഇമ്പോർട്ടൻ്റ് പോയിന്റ്സിൻ്റെ അടിയിൽ ഇങ്ങനെ വരച്ചുകൊണ്ട് വായിക്കുന്ന സമയത്ത് നമ്മുടെ ചിന്ത മറ്റു വിഷയങ്ങളിലേക്ക് പോവില്ല. നമ്മളൊന്ന് പരിശോധിച്ച് നോക്കാം. അങ്ങനെ ഒന്നാമത്തെ വായന നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളുടെ അടിയിൽ വരയിട്ടുകൊണ്ട് വായിക്കുന്നു. സെക്കൻഡ് റീഡിങ്, രണ്ടാം വായന. ഈ രണ്ടാം വായന നടത്തുന്നത് നമ്മൾ ഒന്നാം വായനയിൽ അടിവരയിട്ട പോയിന്റുകൾ മാത്രമാണ് വായിക്കുന്നത്. ഈ സമയത്ത് രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതിൽ ഒന്നാമത്തെ കാര്യം, ഫൈൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആൻഡ് പുട്ട് എ ഹാഷ് മാർക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് കണ്ടുപിടിക്കുന്നു, എന്നിട്ട് അതിൻ്റെ മുന്നിൽ ഒരു ഹാഷ് മാർക്ക് ഇട്ട് വെക്കും. ഇത് ഹാഷ് മാർക്ക് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാർക്ക് ഇടാം. പക്ഷെ എപ്പോഴും ഒരേ മാർക്കായിരിക്കണം ഇടേണ്ടത്. അങ്ങനെ രണ്ടാം വായനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ കണ്ടുപിടിക്കുന്നു, അതിൻ്റെ മുന്നിൽ ഹാഷ് മാർക്ക് ഇടുന്നു. ഈ രണ്ടാം വായന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു സംഭവം ഉണ്ടാവും. ഇതിൽ ചില വാക്കുകളൊന്നും അതിൻ്റെ അർത്ഥം അറിയത്തില്ല, അതെന്താണെന്ന് അറിയത്തില്ലാത്ത അവസ്ഥ ഉണ്ടാവും. അതായത് നമുക്ക് സംശയമുള്ള കുറേ വാക്കുകളുണ്ടാവും. അതുകൊണ്ട് നമ്മൾ മറ്റൊരു കാര്യം കൂടി ചെയ്യണം, മേക്ക് എ ലിസ്റ്റ് ഓഫ് ഡൗട്ട്സ്. സംശയമുള്ളവ ഒരു പേപ്പറിൽ നമ്പറിട്ട് എഴുതിയെടുക്കണം. ക്ലിയർ ആണല്ലോ? സംശയമുള്ള വാക്കുകൾ നമ്മൾ നമ്പറിട്ട് ഒരു പേപ്പറിൽ എഴുതിയെടുക്കണം. ഇനി എന്താണ് ചെയ്യുക? അതായത് സംശയമുള്ളവ നമ്മൾ എഴുതിയെടുത്തു, ഇനി എന്ത് ചെയ്യണം? ഇത് ചുരുട്ടിക്കൂട്ടി ദൂരോട്ട് കളയണം? അല്ല, ഈ സംശയ നിവാരണം വരുത്തണം. എങ്ങനെയാണ് സംശയ നിവാരണം വരുത്തുക? ഇത് കേൾക്കുന്ന പാടെ പലരും ഉത്തരം അറിഞ്ഞു കഴിഞ്ഞു, ടീച്ചേഴ്സിനോട് ചോദിക്കണം എന്ന്. പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങളുടെ സംശയങ്ങൾ ടീച്ചേഴ്സിനോട് ചോദിക്കരുത്. ഈ സംശയ നിവാരണം വരുത്തേണ്ടത് 3 സ്റ്റേജുകളിലൂടെയാണ്. സ്റ്റെപ്സ് ടു ക്ലിയർ ഡൗട്ട്സ്. സംശയ നിവാരണം വരുത്തേണ്ട സ്റ്റേജുകൾ. ഫസ്റ്റ് വൺ, അത് സെൽഫാണ്. സെൽഫ് എന്ന് പറയുന്നത് സ്വയം. ഈ സ്വയം ഉണ്ടായ സാധനമാണല്ലോ ഈ സംശയം. പിന്നെ എങ്ങനെ സ്വയം സംശയ നിവാരണം വരുത്താൻ പറ്റും? അതിന് പുസ്തകം വീണ്ടും വായിക്കുക, ഡിക്ഷണറി നോക്കുക. അങ്ങനെ ഒരു സെൽഫ് സ്റ്റഡി നടത്തി തന്നെയായിരിക്കണം ഈ സംശയ നിവാരണം വരുത്തേണ്ടത്. സംശയ നിവാരണം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ വന്ന പോയിന്റുകൾ അല്ലേ, നമ്മുടെ ലിസ്റ്റുണ്ട്, ആ ലിസ്റ്റിൽ സംശയ നിവാരണം വന്ന പോയിന്റുകളൊക്കെ സ്ട്രൈക്ക് ചെയ്ത് കളയണം. എന്നിട്ടും സംശയ നിവാരണം വരാത്തത് ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത സ്റ്റേജിലേക്ക് പോകാവൂ. അടുത്ത സ്റ്റേജിൽ ഫ്രണ്ട്സ് ഓർ റിലേറ്റീവ്സ്. നമ്മുടെ കൂട്ടുകാരോട്, ഇപ്പം നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും നമ്മളെ സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവരോട് ചോദിക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോട് ചോദിക്കുക. നമ്മുടെ കൂടെ പഠിക്കുന്ന നമ്മുടെ കൂട്ടുകാരോട് ഈ സംശയങ്ങൾ ചോദിക്കുക. ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചേക്കാം, അവർക്ക് എന്നോട് അത്ര പോലും അറിയത്തില്ല, അതുകൊണ്ട് അവരോട് ചോദിച്ചിട്ട് എന്താ കാര്യം എന്ന് നമ്മൾ മനസ്സിൽ ചിന്തിച്ചേക്കാം. ഇനി അങ്ങനെ ചിന്തിക്കരുത്. കാരണം അങ്ങനെ സംശയം ചോദിച്ചാൽ ഉണ്ടാകുന്ന ഗുണം ഒന്നല്ല, രണ്ടാണ്. ഒന്ന്,
ഇതുവരെ നമ്മുടെ കൂട്ടുകാരുമായി നാം സംസാരിക്കുന്ന സംഭാഷണം എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോഴേ നിങ്ങൾക്ക് കാര്യം പിടികിട്ടി. ഏതായാലും അത് നമ്മുടെ പഠനത്തിന് ഗുണകരമല്ല, നമ്മുടെ പഠനത്തിന് വിഘാതമായിട്ടുള്ളതാണ്. പിന്നെ മുതൽ നമ്മളുടെ കൂട്ടുകാരുമായിട്ടുള്ള സംഭാഷണം നമ്മുടെ പഠനത്തിന് അനുയോജ്യമായിട്ടുള്ള ഒന്നായി മാറ്റപ്പെടുന്നു. അതാണ് ഒന്നാമത്തെ ഗുണം. രണ്ടാമത്തെ ഗുണം, നിങ്ങൾക്ക് ചിലപ്പോൾ അവരിൽ നിന്ന് ആൻസർ കിട്ടിയെന്ന് വരും. അതുമാത്രമല്ല, അവരും നിങ്ങളെപ്പോലെ പഠനത്തിൻ്റെ മൂഡിലേക്ക് വരും. അത് നമ്മുടെ ടോട്ടൽ ക്ലാസ്സിലുള്ള അന്തരീക്ഷത്തിൽ മാറ്റമുണ്ടാക്കും. അതുകൊണ്ട് ഇതിൽ നിന്ന് നിങ്ങൾ പിന്തിരിയരുത്. ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഈ സംശയങ്ങൾ ഉണ്ടാക്കണം, ആ സംശയങ്ങൾ എഴുതണം, അവ നിങ്ങളുടെ കൂട്ടുകാരോട് ചോദിക്കണം. ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് ആൻസർ കിട്ടിയെന്ന് വരാം. കിട്ടിക്കഴിഞ്ഞാൽ അവ എന്ത് ചെയ്യണം? പേപ്പറിൽ നിന്ന് കട്ട് ചെയ്ത് കളയണം. എന്നിട്ടും സംശയ നിവാരണം വരാത്തതുണ്ടെങ്കിൽ മാത്രമേ അടുത്ത സ്റ്റേജിലേക്ക് പോകാവൂ. അടുത്ത സ്റ്റേജിൽ സംശയങ്ങൾ നിങ്ങൾക്ക് ടീച്ചേഴ്സിനോട് ചോദിക്കാം. കഴിഞ്ഞ ദിവസങ്ങൾ ടീച്ചർ വളരെ നന്നായി ക്ലാസ് എടുത്തതാണ്, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായില്ല. പക്ഷേ ഇപ്പം നിങ്ങൾ ഒരു അത്ഭുതം തിരിച്ചറിയും. ടീച്ചർ പറയുന്ന മാത്രയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. കാരണം നിങ്ങളുടെ മനസ്സിനെ അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുത്തിട്ടാണ് ടീച്ചറിൻ്റെ അടുത്ത് ചെന്നിരിക്കുന്നത്. അതുകൊണ്ട് ടീച്ചർ പറയുന്നത് തൽക്ഷണം നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ചിലപ്പോൾ ടീച്ചർ പറയുന്നത് വീണ്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അത് മറ്റൊരു കാരണമുണ്ടതിന്. ആ കാരണം പിന്നീട് ഒരു അവസരത്തിൽ ഞാൻ അവതരിപ്പിക്കാം. അതുകൊണ്ട് ഈ 3 സ്റ്റേജുകളിലൂടെ സംശയ നിവാരണം നിങ്ങൾ ഉറപ്പായും വരുത്തണം. ആർ യു റെഡി ഫോർ ദാറ്റ്? ദെൻ ഓക്കെ. എങ്കിൽ നമുക്ക് തേർഡ് റീഡിങ്ങിലേക്ക് പോകാം. അപ്പം രണ്ടാമത്തെ റീഡിങ്ങിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കണ്ടുപിടിച്ചു, അതിൻ്റെ പിന്നിൽ ഹാഷ് മാർക്ക് ഇട്ടു, ഡൗട്ട്സ് ഉള്ളതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി, ആ ലിസ്റ്റിലെ ഡൗട്ട്സ് ക്ലിയർ ചെയ്തു. എത്ര സ്റ്റേജിലൂടെ? 3 സ്റ്റേജിലൂടെ. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ വായനയിലേക്ക് പോകാം, തേർഡ് റീഡിങ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഹാഷ് മാർക്ക് ഇട്ട മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, റൈറ്റ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഇൻ എ നോട്ട്ബുക്ക്. നമുക്കൊരു പേഴ്സണലായ ഒരു ചെറിയ നോട്ട്ബുക്ക് ഉണ്ടാവണം. ആ നോട്ട്ബുക്കിൽ ഈ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ നമ്പർ ഇട്ട് എഴുതിയെടുക്കണം. അത് എഴുതുമ്പം ശ്രദ്ധിക്കേണ്ടത്, അതിന് ഹെഡിങ് ഉണ്ടാവണം. പോയിന്റുകൾ നമ്പർ ഇട്ടിട്ടാണ് എഴുതേണ്ടത്. കഴിയുന്നതും 1 വേർഡിൽ എഴുതണം. ഇനി ചിലത് 1 വേർഡിൽ എഴുതാൻ പറ്റില്ല എന്ന് വരാം, എങ്കിൽ 1-2 വാക്കുകൾ ഉപയോഗിച്ചിട്ട് എഴുതാം. പക്ഷെ ഒരു ലൈനിൽ കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇങ്ങനെ എഴുതുന്ന അവസരത്തിൽ അത് മാക്സിമം 1 പേജിൽ കൂടരുത്, അതിനുള്ളിൽ വരത്തക്ക വിധത്തിൽ ചെയ്യുക. ഇങ്ങനെ എഴുതുന്ന നോട്ടിന് പറയുന്ന പേരാണ് സ്റ്റഡി നോട്ട്. ഇതേപോലത്തെ നോട്ടുകൾ നിങ്ങൾ ഒരുപക്ഷെ എഴുതിയിട്ടുണ്ടാകാം. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഷോർട്ട് നോട്ട് എന്ന്. പക്ഷേ ഷോർട്ട് നോട്ട് അല്ല, സ്റ്റഡി നോട്ട് എന്ന് തിരിച്ചറിയുക. ഞാൻ ഈ പറഞ്ഞ പ്രോസസ്സിലൂടെ കൊണ്ടുവന്ന് എഴുതുന്നതിനെയാണ് നമ്മൾ സ്റ്റഡി നോട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു സ്റ്റഡി നോട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പുസ്തകത്തിൻ്റെ മുക്കും മൂലയും ഓർമ്മയിൽ കൊണ്ടുവരാവുന്ന അത്ഭുത തന്ത്രത്തിലേക്ക് നാം കടക്കാൻ പോവുകയും. ഇങ്ങനത്തെ ഒരു സ്റ്റഡി നോട്ട് എഴുതണം എന്നുള്ള കാര്യം നിർബന്ധമാണ്. പ്രത്യേകിച്ച് പരീക്ഷയ്ക്ക് തൊട്ടടുത്ത് എത്തി നിൽക്കുന്ന സമയത്ത് ഇതേപോലെ നിങ്ങൾ സ്റ്റഡി നോട്ട് എഴുതാൻ ചിലപ്പോൾ അല്പം പ്രയാസം നേരിട്ടെന്ന് വരാം. അതിന് ഞാനൊരു കുറുക്ക് വഴി ഇപ്പോൾ പറഞ്ഞു തരാം. നിങ്ങൾ ഈ റിവിഷൻ നടത്തുന്നതിൻ്റെ ആദ്യത്തെ വായനയിൽ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുക. അത് 3 വായനയ്ക്ക് പകരം ഒറ്റ വായനയിൽ തന്നെ ഈ 3 വായനയുടെ കാര്യങ്ങൾ ചെയ്തു കൊണ്ടുപോവുക. ഏതായാലും ഇങ്ങനൊരു സ്റ്റഡി നോട്ട് ഉണ്ടാക്കുക. ഈ സ്റ്റഡി നോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പഠനത്തിൻ്റെ 70% കഴിഞ്ഞു. ഇനി അത് നമ്മൾ ഫീഡ് ചെയ്യുക മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഈ ഫീഡ് ചെയ്യാൻ വേണ്ടി അനവധി തന്ത്രങ്ങളുണ്ട്, നിരവധി ടെക്നിക്കുകളുണ്ട്. അതിൽ 1-2 തന്ത്രങ്ങൾ മാത്രം ഞാൻ ഈ ക്ലാസ്സിലൂടെ എടുക്കാം. അപ്പോൾ അതിനകത്ത് ഞാൻ ഇപ്പം നിങ്ങളെ ഒരു സ്റ്റഡി നോട്ട് പരിചയപ്പെടുത്താം. ഡ്യൂട്ടീസ് ഓഫ് റിസർവ് ബാങ്ക്.
റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാം? നമ്മുടെ ഹെഡ്ലൈന് ഡ്യൂട്ടീസ് ഓഫ് റിസർവ് ബാങ്ക് എന്ന് എഴുതി, നമ്പർ ഇട്ട് നമ്മൾ അതിലെ പോയിന്റുകൾ എഴുതുന്നു. ആ പോയിന്റുകൾ ഇതൊക്കെയാണ്: ബാങ്കേഴ്സ് ബാങ്ക്, ബാങ്ക് ഓഫ് ഗവൺമെൻറ്, ഇഷ്യൂ ഓഫ് കറൻസി, കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ കറൻസി, ഡെബിറ്റ് കൺട്രോളർ. ഈ 5 പോയിന്റുകൾ നമ്മൾ എഴുതുന്നു. ഇതാണ് നമ്മുടെ സ്റ്റഡി നോട്ട്. ഈ ഒറ്റ സ്റ്റഡി നോട്ട് കൊണ്ട് ആ ചാപ്റ്ററിലെ മുഴുവൻ കാര്യം നമ്മുടെ ഓർമ്മയിൽ കൊണ്ടുവരാനുള്ള അത്ഭുതകരമായ കാര്യത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പം അതിന് ആദ്യം ഈ സ്റ്റഡി നോട്ട് ബൈഹാർട്ടാക്കണം. നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ഈ സ്റ്റഡി നോട്ട് ബൈഹാർട്ടാക്കാൻ നിങ്ങൾ എന്ത് ചെയ്യും? പല പ്രാവശ്യം വായിക്കുന്നു, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ബൈഹാർട്ടാകുന്നു. അങ്ങനെ ഇതാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. അത് ഇങ്ങനെ ഒരു സ്റ്റഡി നോട്ട് കഴിഞ്ഞു, രണ്ടാമത്തെ സ്റ്റഡി നോട്ട്, മൂന്നാമത്തെ സ്റ്റഡി നോട്ട്, നാലാമത്തെ എത്തുമ്പോഴത്തേക്ക് ആദ്യത്തെ പോയി, ഇല്ലേ? ഇങ്ങനെയല്ലേ സംഭവിക്കാറ്? പക്ഷെ ഞാൻ ഗ്യാരണ്ടി തരുന്നു, ഇനി നിങ്ങൾ ഈ സ്റ്റഡി നോട്ട് നിങ്ങൾ എത്ര കാലം ഓർമ്മിക്കണോ അത്ര കാലം നിങ്ങൾക്ക് ഓർമ്മിക്കാനായിട്ട് പറ്റും. നിങ്ങൾ തീരുമാനിക്കുന്ന സമയത്ത് മാത്രമേ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ സ്റ്റഡി നോട്ട് പോവുകയുള്ളൂ. എത്ര കാലം നിങ്ങളുടെ ഓർമ്മയിലിരുത്തണം, അതിൻ്റെ ടെക്നിക്ക് ഞാൻ പറഞ്ഞു തരാൻ പോവുകയാണ്. ലൈഫ് ലോങ് വേണോ? ഓക്കെ, അതിനുള്ള മാർഗമുണ്ട്, നമുക്കതിലേക്ക് കടക്കാം. അതിന് ഞാൻ ഈ സ്റ്റഡി നോട്ട് നിങ്ങളിൽ ഫീഡ് ചെയ്ത് തരാനായിട്ട് പോവുകയാണ്. ശാന്തമായിട്ടിരിക്കുക, ഇരുന്നിട്ട് സാവകാശം കണ്ണുകൾ അടയ്ക്കുക. ഞാൻ പറയുന്നത് മനസ്സിൽ കാണാൻ ശ്രമിക്കുക. സാവകാശം കണ്ണുകൾ അടയ്ക്കുന്നു. ഇനി അല്പസമയം ശ്വസിക്കുക. ശ്വാസോച്ഛ്വാസത്തെ ഒന്ന് നിരീക്ഷിക്കുക. ഉള്ളിലേക്ക് കടന്നു വരുന്ന വായുവിൻ്റെ തണുപ്പ് അനുഭവിച്ചറിയുക, പുറത്തേക്ക് പോകുന്ന വായുവിൻ്റെ ചൂട് അനുഭവിച്ചറിയുക. നമ്മുടെ മൈൻഡ് ശാന്തമായിരിക്കുന്നു. ഡ്യൂട്ടീസ് ഓഫ് റിസർവ് ബാങ്ക്, റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങൾ. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയിൽ വരുന്ന ഏതെങ്കിലും ഒരു ബാങ്ക് ജീവനക്കാരനെ, ബാങ്കിൽ ജോലിയുള്ള ഒരാളെ നിങ്ങളുടെ മനസ്സിലൊന്ന് ഓർമ്മിക്കുക. ഇനി നമ്മൾ മനസ്സിൽ പറയുക, അയാളാണ് റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങൾ, ഡ്യൂട്ടീസ് ഓഫ് റിസർവ് ബാങ്ക്. ഇനി നിങ്ങൾ കണ്ണുകൾ അടച്ചാണല്ലോ ഇരിക്കുന്നത്. ഇനി അകലെ നിന്ന് ആ ഡ്യൂട്ടീസ് ഓഫ് റിസർവ് ബാങ്ക് നടന്നു വരുന്നത് ഒന്ന് കാണുക. അങ്ങനെ കാണണം, അതേ കളറിൽ കാണണം. അയാൾ നടന്നു വരുന്നു. അയാളുടെ 2 തോളിലും 2 ബാഗ് കിടപ്പുണ്ട്. വലത്തെ തോളിൽ കിടക്കുന്ന ബാഗിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കുക. അതിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ പടം ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇടത്തെ തോളിൽ കിടക്കുന്ന ബാഗിലേക്കൊന്ന് നോക്കുക. ആ ബാഗിന്റെ സിപ്പ് തുറന്നിട്ടുണ്ട്. അതിനുള്ളിൽ വേറൊരു ബാഗ് ഇരിക്കുന്നു. ഇനി അയാളുടെ വായിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്ക്. അയാൾ എന്തോ കടിച്ച് ചവച്ചോണ്ടാണ് വരുന്നത്. ഒരു പുത്തൻ 10 രൂപ നോട്ട് കടിച്ച് ചവച്ചിറക്കുകയാണ്. അതേ കളറിൽ കാണട്ടെ. ഇനി അയാളുടെ കീശയിലേക്ക് നോക്ക്. കീശയിൽ എന്തോ ഇങ്ങനെ പൊന്തി നിൽക്കുന്നു. സൂക്ഷിച്ചു നോക്ക്. ഒരു വിദേശ ഡോളറാണ്, വിദേശ കറൻസിയാണ് ഇങ്ങനെ പൊന്തി നിൽക്കുന്നത്. അതിലേക്ക് നിങ്ങൾ സൂക്ഷിച്ചു നോക്ക്. അതിൻ്റെ അതേ കളർ കാണും. ഈ സമയത്ത് അതാ പുറകിലൂടെ ഒരു ദരിദ്രവാസി കടന്നു വരുന്നു. വലതും തരണേന്നും പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. പക്ഷെ അയാള് ഒന്നുമില്ല എന്ന് പറഞ്ഞ് അയാളിനെ ആട്ടിപ്പായിക്കാൻ നോക്കുക. ഇത് പറഞ്ഞത് നിങ്ങളുടെ മനസ്സിൽ കൃത്യമായി പതിഞ്ഞില്ലേ? ഡ്യൂട്ടീസ് ഓഫ് റിസർവ് ബാങ്ക് നടന്നു വരുന്നു. വലത്തെ തോളിൻ്റെ ബാഗിനുള്ളിലെ വലത്തെ തോളിലെ ബാഗിൻ്റെ പുറത്തെ പ്രധാനമന്ത്രിയുടെ പടം കാണുന്നു. ഇടത്തെ തോളിലെ ബാഗിനുള്ളിലെ ബാഗിനെ കാണുന്നു. നോട്ട് കടിച്ച് ചവച്ചിറക്കുന്നത് കാണുന്നു. കീശയിലിരിക്കുന്ന ഡോളർ കാണുന്നു. പുറകിൽ കൂടെ വരുന്ന ദരിദ്രവാസിയെ ആട്ടിപ്പായിക്കുന്നത് കാണും. ഇത് കണ്ടു കഴിഞ്ഞ ആൾക്കാർക്ക് സാവകാശം കണ്ണു തുറക്കാം. ഇപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ഡ്യൂട്ടീസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഡ്യൂട്ടീസ് ഒന്നും പറഞ്ഞില്ലല്ലോ. ഇനി നമുക്ക് നോക്കാം. നിങ്ങൾ കണ്ട കാര്യങ്ങളിലേക്ക് നോക്ക്. നിങ്ങളുടെ ഓർമ്മയിലേക്ക് അത് കടന്നു വരുന്നത് തിരിച്ചറിയുക അല്ലേ? ആദ്യം മനസ്സിൽ കാണണേ. ആരും ഓർക്കാൻ ശ്രമിക്കരുത്. ഓർക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റില്ല. പക്ഷെ ഓർക്കാൻ ശ്രമിക്കാതിരുന്നാൽ നിങ്ങൾക്കത് ഓർക്കാൻ പറ്റും. അതാണ് രസകരമായ സംഭവം. അപ്പോൾ ഇവിടെ അയാളെ മനസ്സിൽ കാണുന്നു. റിസർവ് ബാങ്കിൻ്റെ ഡ്യൂട്ടീസിനെ മനസ്സിൽ കാണുന്നു.
റിസർവ് ബാങ്കിന്റെ ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോഴേ അയാളെ ഒന്ന് മനസ്സിൽ കാണണം. അയാളുടെ വലത്തെ തോളിലേക്ക് നോക്കുന്നു. വലത്തെ തോളിൽ എന്താണ് നമ്മൾ കണ്ടത്? ബാഗിന്റെ പുറത്ത് പ്രധാനമന്ത്രിയുടെ പടമുള്ള ബാഗ്. അത് കാണുമ്പോഴേ നമുക്ക് ഓർമ്മ വരും, പ്രധാനമന്ത്രിയുടെ പടമുള്ള ബാഗ് കാണുമ്പോഴേ ഓർമ്മ വരും ബാങ്ക് ഓഫ് ഗവൺമെന്റ്. ഇനി ഇടത്തെ തോളിലേക്ക് നോക്കുന്നു. ഇടത്തെ തോളിൽ എന്താണ് കാണുന്നത്? ഒരു ബാഗ്, ആ ബാഗിനുള്ളിൽ വേറൊരു ബാഗ്. ഇത് കാണുമ്പോഴേ നമുക്ക് ഓർമ്മ വരുന്നു ബാങ്ക് ഓഫ് ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക്. ഇനി അടുത്തത് എന്താ കണ്ടത്? നോട്ട് കടിച്ച് ചവച്ചിറക്കുകയാണ്. ഇത് കാണുമ്പോഴേ നോട്ട് അച്ചടിച്ചിറക്കുന്നത് ഓർമ്മ വരുന്നുണ്ടല്ലോ, ഇഷ്യൂ ഓഫ് കറൻസി. അടുത്തത് കീശയിൽ എന്താ കണ്ടത് നമ്മൾ? ഒരു ഫോറിൻ കറൻസി, വിദേശ കറൻസി. അത് കാണുമ്പോഴേ നമുക്ക് ഓർമ്മ വരും വിദേശ കറൻസികളുടെ സൂക്ഷിപ്പുകാരൻ, കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ കറൻസി. ഇനി പുറകിലേക്ക് നമ്മൾ കണ്ടത് എന്തായിരുന്നു? ഒരു ദരിദ്രവാസി വല്ലതും തരണേന്ന് ചോദിച്ചു വരുന്നു, ഈ കൊടുക്കുന്നില്ല. അതായത് ഡെബിറ്റ് കൺട്രോളർ, വായ്പകളുടെ നിയന്ത്രകൻ. ചോദിച്ചാലും കൊടുക്കൂല, വായ്പകളുടെ നിയന്ത്രകൻ, ഡെബിറ്റ് കൺട്രോളർ. മനസ്സിൽ കിട്ടിയല്ലോ. ഇത് നിങ്ങൾ ആജീവനാന്തം മറക്കുകയില്ല എന്ന് ഇപ്പം എനിക്ക് ഗ്യാരണ്ടി ഇല്ല. ഈ കേട്ട കാര്യം നിങ്ങൾ നാളെ വരെ മറക്കില്ല എന്ന് ഗ്യാരണ്ടി. നാളെ വരെ അല്ല കേട്ടോ, നിങ്ങൾ ആഴ്ചകളോളം മറക്കില്ല. പക്ഷെ ഗ്യാരണ്ടി എനിക്ക് തരാൻ ഒരു ദിവസത്തെ പറ്റുള്ളൂ, അല്ലെങ്കിൽ കമ്പനിക്ക് നഷ്ടം വന്നു പോകും. ഇനി അതുകൊണ്ട് നാളെ നിങ്ങൾ അയാളെ ഒരിക്കൽ കൂടി മനസ്സിൽ കാണുന്നു. മനസ്സിൽ കണ്ടിട്ട് ഈ വലത്തെ തോളിലേക്ക് നോക്കുന്നു. അതിൽ പ്രധാനമന്ത്രിയുടെ പടമുള്ള ബാഗ് കാണുന്നു. എന്നിട്ട് പറയുന്നു ബാങ്ക് ഓഫ് ഗവൺമെന്റ് എന്ന് പറയണം, മനസ്സിൽ പറയണം. ഇനി അടുത്ത നോക്കുന്നു, ബാഗിനുള്ളിൽ ഉള്ള ബാഗ് ഇരിക്കുന്നത് കാണുന്നു. ഇത് കാണുമ്പോഴേ പറയണം ബാങ്കേഴ്സ് ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക്. ഇനി നോട്ട് കടിച്ച് ചവച്ചിറക്കുന്നത് കാണുന്നു. അത് കണ്ടുകൊണ്ട് പറയണം ഇഷ്യൂ ഓഫ് കറൻസി, നോട്ട് അച്ചടിച്ചിറക്കുന്നു. ഇനി കീശയിലിരിക്കുന്ന ഡോളർ കാണണം. അത് കണ്ടുകൊണ്ട് പറയണം കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ കറൻസി, വിദേശ കറൻസിയുടെ സൂക്ഷിപ്പുകാരൻ. ഇനി പുറകിലെ വരുന്ന ദരിദ്രവാസി നോക്കിയിട്ട് പറയണം ഡെബിറ്റ് കൺട്രോളർ, വായ്പകളുടെ നിയന്ത്രകൻ. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളത് ഒരാഴ്ചത്തേക്ക് മറക്കില്ല എന്നുള്ള കാര്യം 100% ഉറപ്പ്. അതുകൊണ്ട് ഒരാഴ്ച കഴിയുമ്പോഴും വീണ്ടും ഇത് ചെയ്യണം. അങ്ങനെ വീണ്ടും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളത് ഒരു മാസത്തേക്ക് മറക്കില്ല എന്നുള്ളത് ഗ്യാരണ്ടി. അക്കാരണത്താൽ ഈ ഒരു മാസം കഴിയുമ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾ ഇത് അയാളെ കാണണം, കണ്ടുകൊണ്ട് ഇങ്ങനെ തന്നെ പറയണം. അതിനുശേഷം വീണ്ടും ഒരു വർഷത്തേക്ക് നിങ്ങൾ മറക്കില്ല എന്നുള്ള ഉറപ്പ്. അതുകൊണ്ട് ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ലൈഫ് ലോങ് അത് മറക്കില്ല. എപ്പോൾ നിങ്ങൾക്ക് ഡ്യൂട്ടീസ് ഓഫ് റിസർവ് ബാങ്ക് ഓർമ്മയിൽ വരണമോ ആ നിമിഷം അയാൾ നിങ്ങളുടെ മിന്നൽ വരും. അയാളെ നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എല്ലാം പുറത്ത് പറയാനായിട്ട് പറ്റും. ഈ ടെക്നിക്കിന് പറയുന്ന പേരാണ് വിഷ്വലൈസേഷൻ ആൻഡ് അസോസിയേഷൻ ടെക്നിക്. ഇവിടെ 2 ടെക്നിക്കുകളുടെ സംയുക്തമാണത്. ഒന്നാമത്തത് വിഷ്വലൈസേഷൻ, രണ്ടാമത്തത് അസോസിയേഷൻ. വിഷ്വലൈസേഷൻ എന്നത് മനസ്സിൽ കാണുക എന്നതാണ്. മനസ്സിൽ കാണുക എന്നത് ഇതാണ്. വിഷ്വലൈസേഷനാണ് പഠനത്തിന് ഏറ്റവും അത്യാവശ്യമായ കാര്യം. വിഷ്വലൈസേഷൻ ഉള്ള കുട്ടികൾ പഠനത്തിൽ പെട്ടെന്ന് മുൻപിലെത്തുന്നു. വിഷ്വലൈസേഷൻ ഇല്ലാത്ത കുട്ടികൾ പഠനത്തിൽ അവർ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മനസ്സിൽ കണ്ടുകൊണ്ട് പഠിക്കുന്ന കുട്ടികൾക്ക് അധിക സമയം പഠിക്കേണ്ട ആവശ്യമില്ല. പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വരും. ഇനി മനസ്സിൽ കണ്ടുകൊണ്ട് പഠിക്കാത്തവർക്ക് ഒത്തിരി സമയം പഠനത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടതായി വരും. എന്നാലും അവരുടെ അധ്വാനത്തിനൊത്ത ഫലം ലഭിക്കില്ല. അതുകൊണ്ട് വിഷ്വലൈസേഷൻ നമ്മളുടെ പഠനത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന കാര്യം മനസ്സിലാക്കുക. അത് അനുനിമിഷം ഡെവലപ്പ് ചെയ്യുക. എങ്ങനെയത് ഡെവലപ്പ് ചെയ്യുക? ഇതേപോലുള്ള പ്രാക്ടീസ് കൊണ്ട് തനിയെ അത് ഡെവലപ്പ് ആയിക്കോളൂ. അതിനുവേണ്ടി നിങ്ങൾ വലിയ അധ്വാനമൊന്നും വേണ്ട. പക്ഷെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. വിഷ്വലൈസേഷൻ അനുനിമിഷം ഡെവലപ്പ് ആകും. അതിനുശേഷം അത്ഭുതകരമായ മാറ്റമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക.
അടുത്ത അസോസിയേഷൻ. എല്ലാ കാര്യവും നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഡ്യൂട്ടീസ് ഓഫ് റിസർവ് ബാങ്ക്, അതങ്ങനെ നമുക്ക് നേരിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പറ്റാതെ വരുന്ന ഈ അവസരത്തിൽ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന ഒന്നിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നു. ഇവിടെ എന്താണ് നമ്മൾ ചെയ്തത്? ഒരു ബാങ്കിലെ ജീവനക്കാരനെ വിഷ്വലൈസ് ചെയ്തു, മനസ്സിൽ കണ്ടു, എന്നിട്ട് അതിലേക്ക് നമ്മൾ അസോസിയേറ്റ് ചെയ്തു. അയാളെ ഡ്യൂട്ടീസ് ഓഫ് റിസർവ് ബാങ്ക് ആയിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്തു. ഇനി ബാഗിനുള്ളിലെ പ്രധാനമന്ത്രിയുടെ പടം ഒട്ടിച്ച ബാഗിലേക്ക് നോക്കിയിട്ട് അതിലെ ബാങ്ക് ഓഫ് ഗവൺമെന്റിനെ അതിലേക്ക് അസോസിയേറ്റ് ചെയ്തു. അതായത് ആ പോയിന്റുകളിലേക്ക്, കണ്ടതിലേക്ക് നമ്മൾ ഇവിടെ പോയിന്റ് പൊരുത്തപ്പെടുത്തും. ഇതെപ്പോഴേ ആവശ്യം വരുന്നുള്ളൂ. ഡയറക്റ്റ് വിഷ്വലൈസ് ചെയ്യാൻ പറ്റാത്ത അവസരത്തിൽ മാത്രമേ ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടതായി വരുന്നു. ഡയറക്റ്റ് വിഷ്വൽ, പ്രത്യേകിച്ച് സയൻസിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് ഡയറക്റ്റ് വിഷ്വലൈസേഷൻ ഉള്ള കാര്യങ്ങളാണ്. അങ്ങനെ തന്നെ ഇപ്പം തലച്ചോറിനെ കുറിച്ച് പഠിക്കുന്നു. തലച്ചോറിനെ കുറിച്ച് പഠിക്കുമ്പോൾ തലച്ചോറ് അതേ കളറിൽ നമ്മുടെ മനസ്സിൽ തെളിയണം. ടീച്ചർ ഹൈപ്പോ തലാമസ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോ തലാമസ് നമ്മുടെ മനസ്സിൽ അന്നേരം കാണണം. അതിലേക്ക് നോക്കിക്കൊണ്ട് ടീച്ചർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. ഈ കേട്ട കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ നിന്നിരിക്കും. അതുകൊണ്ട് ആ രീതിയിൽ വിഷ്വലൈസ് ചെയ്ത് പഠിക്കണമെന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇതേപോലെയുള്ള നിരവധി ടെക്നിക്കുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നിക്കാണ് വിഷ്വലൈസേഷൻ ആൻഡ് അസോസിയേഷൻ ടെക്നിക്ക്. ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അനുനിമിഷം പ്രാക്ടീസ് ചെയ്യും. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. ഇങ്ങനെ ഒരു സ്റ്റഡി നോട്ട് ഉണ്ടാക്കി ആ ഒരു വലിയ ചാപ്റ്ററിലെ 8, 10 അല്ലെങ്കിൽ 5, 6 പോയിന്റ് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ പുസ്തകത്തിൻ്റെ മുക്കും മൂലയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരിക. അതെങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നാണ് ഇപ്പോൾ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുക. ഈ ടെക്നിക്കിന് പറയുന്ന പേരാണ് റിവിഷൻ ടെക്നിക്ക്. ഇത് നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന കാര്യമാണല്ലോ റിവിഷൻ എന്നത്. പക്ഷേ ഈ റിവിഷൻ ആ റിവിഷൻ അല്ല. എന്താണ് റിവിഷൻ എന്ന് പറഞ്ഞാൽ? അതിൻ്റെ അർത്ഥം എന്താണ് റിവിഷൻ എന്ന് പറഞ്ഞാൽ? റിവിഷൻ നിങ്ങൾ ചെയ്യാറുള്ളതാണല്ലോ. എങ്ങനെയാണ് നിങ്ങൾ റിവിഷൻ ചെയ്യാറ്? പുസ്തകം എടുക്കുന്നു, ആദ്യം തൊട്ടിട്ട് വീണ്ടും നമ്മൾ പഠിക്കുന്നു, വീണ്ടും വായിക്കുന്നു. അതിനെ റിവിഷൻ എന്നല്ല പറയുക, റീഡിങ് എന്നാണ് പറയുന്നത്. റിവിഷൻ അല്ല. റിവിഷൻ എന്ന വാക്കെന്താണ് നോക്ക്. വിഷൻ ആണ്. റീ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? വീണ്ടും. വിഷൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കാണുക. വീണ്ടുമുള്ള കാഴ്ചയാണ് റിവിഷൻ, അല്ലാതെ വീണ്ടുമുള്ള വായനയല്ല. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് യഥാർത്ഥത്തിൽ റിവിഷൻ അല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് എങ്ങനെയാണ് റിവിഷൻ നടത്തേണ്ടത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഞാൻ പറയുന്ന പോലെ റിവിഷൻ നടത്തിയാൽ നിങ്ങൾക്ക് പുസ്തകത്തിൻ്റെ മുക്കും മൂലയും നിങ്ങളുടെ ഓർമ്മയിൽ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഇനി എങ്ങനെ റിവിഷൻ നടത്തണം നോക്കാം. നിങ്ങൾ പഠിക്കാനിരിക്കുന്നിടത്ത് ഇരിക്കണം, അവിടെ ശാന്തമായിരിക്കണം. അതിനുശേഷം നിങ്ങൾ അല്പസമയം ബ്രീത്തിങ് എക്സസൈസ് നടത്തണം. ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, ദീർഘമായി ശ്വസിക്കുന്നു, ശ്വാസം പുറത്തേക്ക് വിടുന്നു. ആ ഉള്ളിലേക്ക് വരുന്ന വായുവിൻ്റെ തണുപ്പ് അനുഭവിച്ചറിയുന്നു, പുറത്തേക്ക് പോകുന്ന വായുവിൻ്റെ ചൂട് അനുഭവിച്ചറിയുന്നു. ഒരു 1-2 മിനിറ്റ് വാച്ച് നോക്കണ്ട, നിങ്ങളുടെ മനസ്സിൽ 1-2 മിനിറ്റ് ഇത് ചെയ്യുന്നു. നിങ്ങൾ ഇരിക്കുന്നതിൻ്റെ മുൻപിൽ നിങ്ങളുടെ പുസ്തകം വെക്കണം. പുസ്തകം തുറന്നല്ല വെക്കേണ്ടത്, അത് മടക്കിയാണ് വെക്കേണ്ടത്. അതിൻ്റെ മുകളിൽ നിങ്ങളുടെ സ്റ്റഡി നോട്ട് വെക്കണം. ആ സ്റ്റഡി നോട്ടും തുറന്ന് വെക്കരുത്, മടക്കി വെക്കണം. അതിനുശേഷം നിങ്ങൾ ഈ ബ്രീത്തിങ് എക്സസൈസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മനസ്സിൽ ആ സ്റ്റഡി നോട്ടിലെ ഒന്നാമത്തെ സ്റ്റഡി നോട്ട് നിങ്ങൾ മനസ്സിൽ പറഞ്ഞു നോക്കണം. ആ സ്റ്റഡി നോട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരുന്ന് വരില്ല, കുഴപ്പമില്ല. എങ്കിൽ അത് സ്റ്റഡി നോട്ട് പറയാൻ കിട്ടുന്നില്ല എങ്കിൽ സ്റ്റഡി നോട്ട് തുറക്കുന്നു, ആ സ്റ്റഡി നോട്ട് ബൈഹാർട്ടാക്കുന്നു, വീണ്ടും അത് അടച്ചു വെക്കുന്നു. ഏതെങ്കിലും ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് അത് ബൈഹാർട്ടാക്കുന്നു, വീണ്ടും അത് അടച്ചു വെക്കുന്നു. എന്നിട്ട് നിങ്ങൾ മനസ്സിൽ ഈ സ്റ്റഡി നോട്ട് കാണാതെ ഒന്ന് പറയണം. ഇപ്പം നമ്മൾ ഒരു സ്റ്റഡി നോട്ട് പഠിച്ചിട്ടുണ്ട്. ഏതായിരുന്നു? ഡ്യൂട്ടീസ് ഓഫ് റിസർവ് ബാങ്ക്. നിങ്ങൾ ആ പോയിന്റുകൾ ക്രമമായി ഒന്ന് പറഞ്ഞു നോക്കണം. പറയാൻ എന്ത് ചെയ്താൽ മതി?
അയാളെ നമ്മൾ കണ്ടാൽ മതി, റിസർവ് ബാങ്ക് ഡ്യൂട്ടീസിൽ എന്നെ നമ്മളൊന്ന് കണ്ടാൽ മതി. അയാളെ കാണുന്ന പാടെ വലത്തെ തോളിലേക്ക് നോക്കുന്നു, നമ്മൾ പറയുന്നു ബാങ്ക് ഓഫ് ഗവൺമെൻറ്. ഇടത്തെ തോളിലേക്ക് നോക്കിയിട്ട് പറയുന്നു ബാങ്കേഴ്സ് ബാങ്ക്. വായിലേക്ക് നോക്കിയിട്ട് പറയുന്നു ഇഷ്യൂ ഓഫ് കറൻസി. കീശയിലേക്ക് നോക്കിയിട്ട് പറയുന്നു കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ കറൻസി. പുറകെ ദരിദ്രവാസിയെ നോക്കിയിട്ട് പറയുന്നു ഡെബിറ്റ് കൺട്രോളർ. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഒന്നാമത്തെ പോയിന്റിലേക്ക് വീണ്ടും വരണം. ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? ബാങ്ക് ഓഫ് ഗവൺമെൻറ്. ഇത് നമ്മൾ പറഞ്ഞതിന് ശേഷം നമ്മൾ സ്വയം ചോദിക്കുന്നു, കണ്ണടച്ചിരുന്നിട്ടാണ്, പുസ്തകം വായിക്കാതെയാണ് നമ്മൾ സ്വയം ചോദിക്കുന്നു. ആ ചോദ്യം ഇതായിരിക്കണം: ബാങ്ക് ഓഫ് ഗവൺമെന്റിനെ കുറിച്ച് എനിക്കെന്തറിയാം? നിങ്ങൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞ കാര്യം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരും, നിങ്ങളുടെ പുസ്തകത്തിൽ വായിച്ച കാര്യങ്ങൾ ഓർമ്മ വരും. ഇനി അഥവാ ഇത് വന്നില്ല എന്നും വരാം. ഓർമ്മ വന്നില്ലെങ്കിലും പ്രശ്നമില്ല, നിങ്ങൾക്ക് ഒന്നും ഓർമ്മ വരുന്നില്ല. എന്ത് ചെയ്യണം? ടെക്സ്റ്റ് തുറക്കുന്നു, ബാങ്കേഴ്സ് ബാങ്കിനെ കുറിച്ച് എഴുതിയത് മാത്രം വായിക്കുന്നു, ടെക്സ്റ്റ് അടച്ചു വെക്കുന്നു. അതിനുശേഷം നിങ്ങൾ വായിച്ചത് നിങ്ങളുടെ സ്വന്തം വാചകത്തിൽ ഒന്ന് മനസ്സ് പറഞ്ഞു നോക്കുന്നു. എന്താണ് വായിച്ചത്? ആ പുസ്തകത്തിലെ വാചകങ്ങൾ കഴിയതും ഉപയോഗിക്കരുത്, നിങ്ങളുടെ സ്വന്തം വാചകത്തിലായിരിക്കണം അത് ഉപയോഗിക്കേണ്ടത്. ഇനി കിട്ടുന്നില്ല, ഇല്ലെങ്കിൽ വീണ്ടും പുസ്തകം തുറക്കണം, അത് ക്രമമായിട്ട് ഒരിക്കൽ കൂടി വായിക്കണം. അങ്ങനെ അതിനെ സംഗ്രഹിച്ച് നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രാവശ്യം നോക്കാതെ പറയാൻ പറ്റിക്കഴിഞ്ഞാൽ അത് പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം അടുത്ത പോയിന്റിലേക്ക് പോകുന്നു. അടുത്ത പോയിന്റ് ഏതായിരുന്നു? ബാങ്കേഴ്സ് ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക്. ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു, ബാങ്കുകളുടെ ബാങ്കിനെ കുറിച്ച് എനിക്കെന്തറിയാം? ഒന്നാമത്തെ പോയിന്റിൽ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പോലും ചിലപ്പോൾ രണ്ടാമത്തെ പോയിന്റ് ആ ചോദ്യം ചോദിക്കുന്ന മാത്രമേ തന്നെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരാം. കിട്ടിയാൽ നല്ലത്. ഇനി കിട്ടുന്നില്ല, പുസ്തകം തുറക്കുന്നു, അതിനെക്കുറിച്ച് മാത്രം വായിക്കുന്നു, അതിനുശേഷം പുസ്തകം അടയ്ക്കുന്നു. ആ വായിച്ചത് നമ്മുടെ സ്വന്തം വാചകത്തിൽ ഒന്ന് പറഞ്ഞു നോക്കുന്നു. ഇങ്ങനെ ക്രമമായി ചെയ്യുന്നു. ഇങ്ങനെയാണ് നാം റിവിഷൻ നടത്തേണ്ടത്. ഇതേപോലെ റിവിഷൻ നടത്തി കഴിഞ്ഞാൽ അത്ഭുതകരമായ മാറ്റം നിങ്ങളുടെ പഠനത്തിനുണ്ടാകും. അത്ഭുതകരമായ രീതിയിൽ പരീക്ഷ എഴുതാനായിട്ട് പറ്റും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അവതരിപ്പിക്കാം. എങ്ങനെ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ കൊണ്ടുവരാം എന്നും, അതുപോലെ എല്ലാവർക്കും ഏറ്റവും പ്രയാസകരമായൊരു വിഷയമാണല്ലോ മാത്തമാറ്റിക്സ് പഠിക്കുക എന്നത്. മാത്തമാറ്റിക്സിനെ ഇങ്ങനെ വളരെ വേഗത്തിൽ സിമ്പിളാക്കി മാറ്റാൻ പറ്റും. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഏത് ലെവലിലുള്ളവരായിക്കോട്ടെ, വളരെ എളുപ്പത്തിൽ മാത്തമാറ്റിക്സ് പഠിക്കാനുള്ള ടെക്നിക്കും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടുത്താം. അടുത്ത ക്ലാസ്സിൽ ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനമായി അവതരിപ്പിക്കുന്നതാണ്. മാത്തമാറ്റിക്സ് വളരെ സിമ്പിളാക്കാനുള്ള ഏറ്റവും രസകരവും ലഘുവുമായ ടെക്നിക്. മറ്റൊന്ന്, പരീക്ഷയിൽ നാം പഠിച്ച കാര്യങ്ങളെല്ലാം ക്രമമായി എങ്ങനെ ഓർമ്മിച്ചെഴുതാൻ പറ്റും എന്ന കാര്യം. അത് വരെ നിങ്ങളെ സർവശക്തൻ നിങ്ങളെ നന്നായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. ഈശോ എപ്പോഴും നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളെ പഠിക്കാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.